പ്രശസ്ത ഗായിക എസ് ജാനകി അന്തരിച്ചു എന്നുള്ള ഒരു വാർത്ത കൂടി വരുന്നത്. മൈസൂരിലായിരുന്നു ജാനകിയുടെ നിര്യാണം സംഭവിച്ചത്. ഏതായാലും നമുക്കറിയാം, മലയാളിക്ക് വളരെ പ്രിയപ്പെട്ട ഗായിക, മലയാളത്തിൽ തന്നെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത നിരവധി ഗാനങ്ങൾ മലയാളികൾ ജാനകി അമ്മ എന്ന് തന്നെ വിളിക്കുന്ന, ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിൽ 48,000-ഓളം ഗാനങ്ങൾ പാടിയ മലയാളത്തിൻ്റെ കൂടി പ്രിയപ്പെട്ട എസ് ജാനകി ഇപ്പോഴും നിരവധി പാട്ടുകൾ ജാനകിയമ്മ മലയാളത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. അതെല്ലാം ഒരുപക്ഷെ മലയാളികൾ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ആ ദുഃഖകരമായ വാർത്ത കൂടി ഈ സാഹചര്യത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് സുനിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുനിൽ, ഒരുപക്ഷെ വല്ലാത്തൊരു ദുഃഖവാർത്തയാണ് ഈ സമയത്ത്. മലയാളികൾ, ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിലുള്ള ഒരുപാട് ആരാധകർ അവരുടെ ഈ ജാനകിയമ്മയുടെ വിയോഗത്തിൽ വല്ലാതെ നടുങ്ങുന്നുണ്ട്. എപ്പോഴായിരുന്നു ഈ ജാനകിയമ്മയുടെ ഈ അന്ത്യം? മറ്റു വിവരങ്ങൾ എന്താണ്? എസ് ജാനകി മലയാളത്തിൻ്റെ എന്നല്ല, ദക്ഷിണേന്ത്യയുടെ തന്നെ ജാനകിയമ്മ നിരവധി മധുരിത ഗാനങ്ങളിലൂടെ മലയാളികളെ അടക്കം ദക്ഷിണേന്ത്യൻ ഭാഷകളിലടക്കം കനത്ത സംഭാവനകൾ നൽകിയ എസ് ജാനകി അന്തരിച്ചിരിക്കുന്നു. അന്ത്യം മൈസൂരുവിലായിരുന്നു എന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. 1957 ആ മധുരസ്വരം കേട്ടു തുടങ്ങിയത്. ഇപ്പോൾ ജീവിതം ഇവിടെ അവസാനിക്കുമ്പോൾ ഓർത്തുവയ്ക്കാൻ ഒരുപാട് ഗാനങ്ങൾ. ആ ജാനകിയമ്മയുടെ മധുരസ്വരം ഇപ്പോഴും ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. മലയാളികളുടെ അടക്കം കാതുകളിൽ മുഴങ്ങുന്ന ആ പ്രിയ ശബ്ദം, ജാനകിയമ്മയുടെ ആ ശബ്ദം ഇനിയില്ല എന്നതുകൂടിയാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് പറയേണ്ടി വരുന്നത്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് സുനിൽ ചേരുകയാണ്. സുനിൽ, ആ കോകില നാദം നിലച്ചിരിക്കുന്നു. എന്താണ് ജാനകിയമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന? എപ്പോഴായിരുന്നു അന്ത്യം? മറ്റു വിവരങ്ങൾ എന്താണ്? സിജു, അല്പം മുമ്പാണ് മലയാളികളെ വേദനയിലാഴ്ത്തുന്ന ആ വാർത്ത വന്നത്. മൈസൂരിലായിരുന്നു എസ് ജാനകിയമ്മയുടെ, പ്രിയപ്പെട്ട ഗായിക ജാനകിയമ്മയുടെ അന്ത്യം. ഏറെ നാളായി അസുഖബാധിതയായിരുന്നു, വീട്ടിലായിരുന്നു. അതിനുശേഷം ചെന്നൈയിൽ നിന്ന് മൈസൂരിലേക്ക് മാറുകയായിരുന്നു. മൈസൂരിൽ വസതിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത്. പ്രത്യേകിച്ച് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം നെഞ്ചോട് ചേർത്ത് നിർത്തിയ ഒരു ഗായികയാണ് വിട പറഞ്ഞത് എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായിട്ടുള്ള കാര്യം. അവസാന ഗാനം അത് പാടി തീർക്കുമ്പോൾ തന്നെ ഇനി അങ്ങോട്ട് താൻ ഗാനരംഗത്തേക്ക് ഇല്ല എന്ന് ഒരു പ്രഖ്യാപനവും നടത്തിയാണ് ചെന്നൈയിൽ നിന്ന് മൈസൂരിലേക്ക് മാറുന്നത് എന്നുള്ളതാണ്. ഈ ഒരു ദുഃഖവാർത്ത, പ്രത്യേകിച്ച് ഈ 88-ാം വയസ്സിൽ വിടവാങ്ങുമ്പോൾ അവസാന നിമിഷം വരെയും ജാനകിയമ്മ തൻ്റെ ശബ്ദമാധുര്യം പ്രിയ ശ്രോതാക്കൾക്ക് മുന്നിൽ എത്തിച്ചിരുന്നു എന്നുള്ളതാണ്. ജാനകിയമ്മയെ സംബന്ധിച്ചിടത്തോളം തെക്കേ ഇന്ത്യയിലെ വാനമ്പാടി എന്ന ആ ഒരു ഓമന പേര് കൂടി ജാനകിയമ്മയ്ക്കുണ്ട്. വളരെ സ്നേഹാദ്രമായിട്ടുള്ള ശബ്ദമാധുര്യത്തിൻ്റെ ഉടമയാണ്. അത് കുഞ്ഞുങ്ങളുടെ ശബ്ദമായാൽ അതിന് അപ്പുറത്ത് നിന്നുകൊണ്ട് ഫാസ്റ്റ് നമ്പറിലേക്ക് പോകുമ്പോൾ അത് പാടുമ്പോഴും ആ മാധുര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ജാനകിയമ്മ അത് ഗാനമേള വേദികളിലായാലും അതുപോലെ തന്നെ റെക്കോർഡിംഗ്, ഓരോ ഗാനങ്ങളുടെ റെക്കോർഡിങ്ങിലായാലും പുലർത്തിയിരുന്നത് എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ ഓർമ്മിക്കേണ്ടത് തന്നെയാണ്. ജാനകിയമ്മയെ സംബന്ധിച്ചിടത്തോളം ഓരോ പാട്ടുകളും തേന്മഴ പെയ്യിക്കുന്ന പാട്ടുകളാണ്. നമുക്ക് ജാനകിയമ്മയുടെ പാട്ടുകൾ അകലെ അകലെ നീലാകാശം അല്ലെങ്കിൽ മഴവിൽ അത്തരത്തിൽ വരുന്ന ഒരു പാട്ടുകൾ വരുമ്പോഴായാലും, ആഴക്കടലിലെ ഉള്ള ചക്കരമുത്തെന്ന് പറയുന്ന സിനിമയിൽ പാടുന്ന ഒരു ഗാനമായാലും എല്ലാം ഒക്കെ ഒരു എന്താ പറയുക, ഒരു കുട്ടിത്വം തുളുമ്പുന്ന ഒരു ശബ്ദം, അതിനപ്പുറത്ത് താരാട്ട് പാട്ടിൻ്റെ ഒരു മാധുര്യം. ഇത്തരത്തിൽ മലയാളികളെ ഏത് തലത്തിൽ നിന്നുകൊണ്ടും ആസ്വാദനത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു മാന്ത്രിക ശബ്ദം അല്ലെങ്കിൽ സ്നേഹസ്പർശം എന്നൊക്കെ സംഗീത രംഗത്തുള്ളവർ വിശേഷിപ്പിച്ചിരുന്ന ശബ്ദത്തിൻ്റെ അല്ലെങ്കിൽ സംഗീതത്തിൻ്റെ കൂടെ ഉടമയാണ് നമുക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. യേശുദാസിനൊപ്പം അകലെ അകലെ നീലാകാശം എന്ന ഗാനങ്ങൾ പാടുമ്പോൾ തന്നെ അത്രയും ഹൈപ്പിച്ച് ഗാനങ്ങൾ, വളരെ നിസ്സാരം, ഒരു സ്ട്രെയിനും ഇല്ലാതെയാണ് ജാനകിയമ്മ അത് പാടിയിട്ടുള്ളത്. അത് ഗാനമേള വേദികളിൽ നമുക്കറിയാം, ഒരു കൊച്ചു പുസ്തകം കയ്യിൽ വെച്ചുകൊണ്ട്, ഒരു കുഞ്ഞു പുസ്തകം, അതിലാണ് എല്ലാ വരികളും ഉള്ളത്. ആ പുസ്തകം നോക്കി യാതൊരു മൂവ്മെൻറ്റുമില്ലാതെ ആ പാട്ടിൽ ലയിച്ചുകൊണ്ട് ഈ ജാനകിയമ്മയുടെ ഈ പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകാവുന്ന ഒരു ഗാനത്തിൻ്റെ, നമ്മളെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഗായികയായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എല്ലാ ഭാഷയിലും പാടാനുള്ള ഒരു ഭാഗ്യം ലഭിച്ച ഒരു ഗായിക കൂടെയാണ്. അത് തമിഴിൽ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ എസ് പിയോടൊപ്പം ചേർന്ന് പാടാൻ സാധിച്ചിട്ടുള്ള ഒരു ഗായികയാണ് എസ് ജാനകി എന്ന് പറയുന്ന
ഗായിക. നമുക്ക് പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിൽ ജാനകി അമ്മയുടെ പാട്ടുകൾ, എസ് ജാനകി, യേശുദാസ്, എസ് ജാനകി, ശരി സുനിൽ, ഏതായാലും മലയാളികളുടെ കൂടി പ്രിയപ്പെട്ട ഗായിക എസ് ജാനകി അന്തരിച്ചിരിക്കുന്നു.